രാജശ്രീ ആദീസ് ഫീൽഡിൻ്റെ കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് ഹൽവയാണ്. വളരെ ടേസ്റ്റിയായ ഈ ഹൽവ തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾ വീഡിയോ കണ്ടു നോക്കൂ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 5 ക്യാരറ്റ് അതിൻ്റെ തോലെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. 100 ഗ്രാം കോൺഫ്ലവർ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ക്യാരറ്റിനെ കുക്കറിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം. അതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒരു 4 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ക്യാരറ്റ് വേവായിട്ടുണ്ട്. ഒരു തണുക്കാനായിട്ട് പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. തണുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറിലാക്കി നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. നമുക്ക് മാറ്റി വയ്ക്കാം. ഈ കോൺഫ്ലവർ കലക്കിയെടുക്കാം. ഒരു 500 ml വെള്ളം ഒഴിച്ച് കോൺഫ്ലവർ കലക്കിയെടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കാഷ്യൂ നട്ട്സ് വറുത്തെടുക്കാം. നെയ്യോടുകൂടി നട്ട്സ് മാറ്റി വയ്ക്കാം. പാനിലേക്ക് അരച്ച ക്യാരറ്റ് ഒഴിച്ചു കൊടുക്കാം. ഇരുന്നൂറ് ഗ്രാം പഞ്ചസാരയാണിത്. ജാറിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കുലുക്കി ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് കോൺഫ്ലവർ ഒഴിച്ചു കൊടുക്കാം. ഒന്ന് അരിച്ചൊഴിച്ചു കൊടുക്കാം. ക്യാരറ്റ് നേരിടുത്ത് ഹൽവ ഉണ്ടാക്കുന്നതിനേക്കാളും ടേസ്റ്റാണ് ക്യാരറ്റ് അരച്ച് ചേർത്ത് ഹൽവ ഉണ്ടാക്കുന്നത്. നട്ട്സ് വറുത്തതിലുള്ള നെയ്യാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തത്. 1 ടേബിൾ സ്പൂൺ നെയ്യുണ്ട്. നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ കൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. മൂന്നാമത്തെ ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. ഇത്രയും നെയ്യ് മതിയാവും. എന്നാലും കുറച്ചുകൂടെ നന്നായിട്ട് കുറുകി കിട്ടണം. നെയ്യ് ഒഴിച്ച് കഴിയുമ്പോഴാണ് പെട്ടെന്ന് കുറുകി വരുന്നത്. ഒരു 1/4 സ്പൂൺ ചുക്കുപൊടി, ഒരു 3/4 സ്പൂൺ ഏലക്കാപ്പൊടി, വറുത്ത് വെച്ച നട്ട്സ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഹൽവ പാനിൽ നിന്ന് വിട്ട് വരുന്നുണ്ട്. ഹൽവ നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. നെയ്യ് പുരട്ടി ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ചു മാറ്റാം.
തണുക്കാനായി മാറ്റി വയ്ക്കാം. നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ വളരെ രുചികരമായ ഹൽവ റെഡിയായിട്ടുണ്ട്. നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. വളരെ സോഫ്റ്റുമാണ്, നല്ല ടേസ്റ്റുമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.